കൊത്തിവലിക്കാൻ വേണ്ടി പ്രൈവറ്റ് ചാറ്റ് പോലും ഇട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ എന്ന് ഉറപ്പിച്ചതാണ്. പ്രൈവറ്റ് ചാറ്റ് ഇട്ടപ്പോൾ നിങ്ങൾ ഉദ്ദേശം മനസ്സിലായല്ലോ, അഫ്സലിനെ ഉദ്ദേശിച്ചാണ് പറയണത്. അപ്പം ഈ പറയുന്ന തുടക്ക സമയത്ത് തന്നെ അഫ്സൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതൊക്കെ നീ അതും കൂടിയൊക്കെ പറയണം കേട്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട് തുടക്ക സമയം മുതൽ ഈ പറയുന്ന സൈബർ ബുള്ളിങ് നേരിട്ടപ്പോൾ കൂടെ ഉള്ള ടോക്സിക് ആൾക്കാർ തന്നെ ചാറ്റ് എടുത്ത് പുറത്തിട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൂടെ നിൽക്കണമെന്ന് തീരുമാനിച്ചാണെന്ന്. എടാ പൊട്ടന്മാരെ, ചാറ്റ് ഇട്ടത് ഇപ്പോൾ ഒരാഴ്ച എങ്ങാണ്ടായതേ ഉള്ളൂ. അവ എന്തുകൊണ്ട് അത് ഇടാനൊരു സാഹചര്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ പറയുന്ന വ്യക്തി തന്നെയാണ് അതിനകത്ത് കാണിച്ച കാര്യങ്ങൾ അവന് പേഴ്സണലി ഹേർട്ട് ചെയ്തുകൊണ്ടാണ് അവനതെടുത്തിട്ടത്. അവനെ മര്യാദയ്ക്ക് അവൻ്റെ കാര്യം നോക്കിയിരുന്ന് പോയതാണല്ലോ. അവൻ്റെ പേരും അതിനകത്ത് വന്ന് വലിച്ചിട്ട് ഈ പറയുന്ന രീതിയിലുള്ള സൈബർ ബുള്ളിങ് അവന് കിട്ടിയിട്ടുണ്ട്. നീയൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് മാത്രം സൈബർ ബുള്ളിങ് കിട്ടുമ്പോൾ മാത്രം നീയൊക്കെ തല പൊക്കിക്കൊണ്ടുവരുന്നത്. ഈ പറയുന്ന വേറെ ആൾക്കാർക്ക് സൈബർ ബുള്ളിങ് ഒന്നും ഇല്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് എല്ലാ കണ്ടസ്റ്റൻസിനും സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട്. ഇത് ജാസ്മിൻ കാണിച്ചു വെച്ച പ്രവർത്തിക്കാണ് ജാസ്മിനെ ഈ പറയുന്ന സൈബർ ബുള്ളിങ് കിട്ടുന്നത്. അത് നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക. ഇതിനൊക്കെ അപ്പുറം ഞങ്ങൾ അവൾക്ക് വേണ്ടി എഴുതുന്നത് അവൾ ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. ഞങ്ങളുടേതും അവളുടേതും സമാന ചിന്താഗതികളായതുകൊണ്ടാണ്. ഞങ്ങൾ അവൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത് അവൾ ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ അവൾക്ക് വേണ്ടി വാദിക്കുന്നത് അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇന്നും അടിമത്തത്തിന്റെ അടയാളമായ പ്രജയാവാൻ കാത്തു നിൽക്കുന്നവർക്ക് എന്നും ഒരു രായാവ് ആവശ്യമാണ്. ആ വാർപ്പ് മാതൃകയെ സീസണിന്റെ ആദ്യ ദിനം തകർത്ത മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. സത്യം ആരോടും വിളിച്ചു പറയാനും തലയുയർത്തി നിൽക്കാനും ലോകത്ത് സകലരും ഒറ്റപ്പെടുത്തിയാലും എണീറ്റ് നിവർന്നു നിന്ന് പോരാടാനും അവൾ എന്നും ശ്രമിച്ചിട്ടുണ്ട്. ആ നിശ്ചയദാർഢ്യത്തിനാണ് ഞങ്ങളുടെ ഐക്യപ്പെടൽ. അതിന് നിങ്ങൾക്ക് PR വർക്ക് എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. ഇതിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഈ ഞങ്ങളുടെയും അവളുടെയും കൂടെ ചിന്താഗതികൾ സെയിം ആണെന്ന്. ഇതിനകത്ത് നിന്ന് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ക്വാളിറ്റി എന്താണെന്ന് വ്യക്തമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാര്യം ജാസ്മിൻ്റെ ചിന്താഗതികളുമായിട്ട് ഇവർക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ ചെയ്ത തെറ്റുകളും ഇവരും ഇതേപോലെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ജാസ്മിൻ ചെയ്ത അതേ തെറ്റുകൾ ഇവരുടെ ലൈഫിൽ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നത് അല്ലേ? അല്ലാതെ പെട്ടെന്ന് ഒരാളുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അവരാദ്യം തൊട്ടേ നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പം എന്തുകൊണ്ട് നമുക്ക് കൂടെ നിൽക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അത് തന്നെ അതിനകത്ത് തന്നെ വ്യക്തമാണ്. പുള്ളിക്കാരൻ പറയാതെ തന്നെ പറയുന്നുണ്ട്. എനിവേ ഇതൊരു ജാസ്മിൻ്റെ ഭയങ്കര കടുത്ത ആരാധകനാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരൻ വീണ്ടും ഇതേപോലെ കഥയൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് പോസ്റ്റുകളും എഴുത്തുകളും നിങ്ങൾ എന്തൊക്കെ എഴുതി വിടുന്നതൊക്കെ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തേങ്ങ ചെയ്യും. നിനക്കൊക്കെ ഇതിൻ്റെ പുറകെ തന്നിട്ട് കുറച്ച് എന്തുകൊണ്ട് മാക്സിമം വോട്ട് ചെയ്ത് കപ്പും കൂടെ എടുത്തുകൊണ്ട് കൊടുക്കുക. സിബിൻ ഇന്നലെ ഒന്ന് വേറൊരു കാര്യം പറയുന്നുണ്ട്. വോട്ടിങ്ങിൽ ശരിക്കും ജാസ്മിൻ 4-മതും 5-മതും ആണെന്നൊക്കെ കുറേ കിടന്ന ആൾക്കാർ പറയുന്നുണ്ട്. ജാസ്മിൻ 2-മതാണ്, ജിൻഡെ പൊട്ടിച്ച് 1-മത് കയറി. കുറേ വിവരമില്ലാത്ത ആൾക്കാരായി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ജാസ്മിൻ ഒരിക്കലും അഭിഷേകിനെയും ജിൻഡോയും പൊട്ടിച്ച് കവർ ചെയ്ത് കയറുമെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയയിലെ പോളുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് ആരാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കും ഈ പറയുന്ന പോളുകൾ വെച്ചിട്ടാണോ വോട്ടിങ്ങും കാര്യങ്ങളെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സമ്മർ മീഡിയയുടെയൊക്കെ പോളെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 4-5 ലക്ഷം പേര് പോൾ ചെയ്യുന്നതാണ്. അതിനകത്ത് ഈ 5 ലക്ഷം പേരൊക്കെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 3 ലക്ഷം പേരൊക്കെ അടുപ്പിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് വോട്ട് സ്റ്റാർ ചിലപ്പം ആക്സസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പല ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ആയിരിക്കും ഈ പറയുന്ന വീഡിയോസ് കാണാം. ചില കൺട്രീസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന ഹോട്ട് സ്റ്റാർ കിട്ടില്ല. അപ്പം ചിലവർ കാണുന്നത് ഏറ്റവും കൂടുതൽ യൂട്യൂബിനകത്തുള്ള റിവ്യൂസും കാര്യങ്ങളുമാണ് കാണുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കമൻസിൽ നിന്നും ആയാലും മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളതെന്ന്. അതിനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് സിബിൻ എന്തായാലും അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിഷേകിനെയൊക്കെ കാട്ടിയും താഴെയാണ് ജാസ്മിൻ്റെ നിലവിലത്തെ വോട്ട്. പിന്നെ കുറേ പൊട്ടന്മാർ വന്നിരുന്ന് പറയുന്നതിനകത്തോട്ട് വലിയ കാര്യമില്ല. എന്തായാലും നമുക്ക് ഫിനാലെ ഇനി എത്താനായിട്ട് വലിയ ദിവസമൊന്നുമില്ല. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ആര് കപ്പടിക്കും എന്ന്. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.